ഈ കാണുന്നതിനാണെന്ന് മനസ്സിലായേ കേരളത്തിലെ സൂര്യകാന്തി ലാഭകരമായിട്ട് നടപ്പാക്കുന്നതിനുണ്ട്. ഇതേ ഇവിടെ നമ്മൾ ഇടവിലായിട്ട് നമ്മൾ ചീര ഫുള്ള് നട്ടിട്ടുണ്ടായിരുന്നു, അപ്പം കുക്കുമ്പറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രീതിക്കൊക്കെ വരുമ്പോൾ കൃഷി ലാഭകരമായിട്ടുള്ള മെത്തേഡിലാണ് പോകുന്നത് കേട്ടോ. അത് കണ്ടാ ഓക്കെ. കല്യാണം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും കാണേണ്ട ഒരു അടിപൊളി വീഡിയോയാണ്. വലിയ പാമ്പ് ഉൾപ്പെടെയുള്ള 25 വെറൈറ്റി പെറ്റ്സുകളും ഈ ഷോയിലൂടെ അവതരിപ്പിക്കുകയാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന 1 ഏക്കർ 60 സെന്റ് സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും ബന്ധിയാണ് നിൽക്കുന്നത്. 60 ദിവസം പിന്നിട്ട ശേഷം ഫുൾ ഫ്ലവറിലാണ് ഇപ്പൊ തോട്ടം നിൽക്കുന്നത് കേട്ടാ. എന്റെ ബാക്കിൽ കാണുന്ന ഈ കണ്ണത്ത ദൂരത്താണ് ഈ പൂപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അർട്ടിങ്ങപ്പള്ളിയുടെ 1.5 കിലോമീറ്റർ തെക്ക് വശമായിട്ട് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അതിന്റെ തൊട്ട് വടക്ക് വശമായിട്ടാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേട്ടാ. കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയ സൂര്യകാന്തിക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. ആയിരക്കണക്കിന് സൂര്യകാന്തിയിലാണ് ഫുൾ ഇവിടെ മിഴി തുറന്ന് നിൽക്കുന്നത്. 2020 എന്നെ ഞാനാക്കിയത് ഈ സൂര്യകാന്തികളാണ്. വിത്ത് കുത്തി കൃഷി ചെയ്താൽ 55-ാം ദിവസം ഫുൾ ഫ്ലവറിങ്ങിലേക്ക് ചെടിയെത്തും. കേരളത്തിലെ സൂര്യകാന്തി ലാഭകരമായിട്ട് നടപ്പാക്കുന്നതിനുണ്ട്. ഇതേ ഇവിടെ നമ്മൾ ഇടവിലായിട്ട് നമ്മൾ ചീര ഫുള്ള് നട്ടിട്ടുണ്ടായിരുന്നു, അപ്പം കുക്കുമ്പറൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രീതിക്കൊക്കെ വരുമ്പോൾ കൃഷി ലാഭകരമായിട്ടുള്ള മെത്തേഡിലാണ് പോകുന്നത് കേട്ടോ. അത് കണ്ടാ ഓക്കെ. പൂവുണ്ട് കുക്കുമ്പറുണ്ട്, ഒരേപോലെ നട്ടിരിക്കുകയാണ്. അടിപൊളി പൂവാ. കേരളത്തിലെ കൃഷി ചെയ്യാൻ സാധ്യത ഉള്ള പൂക്കളൊക്കെ നമ്മളെല്ലാം നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ടാ ഇവിടെയൊക്കെ നല്ല അടിപൊളി സെൽഫി പോയിന്റ് ആണ്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കണ്ണത്താ ദൂരത്ത് ബന്ധിയാണ് ഇവിടെ ചേർക്കുന്നത്. ബന്ധി നമ്മൾ ഇടവിളയായിട്ട് കുക്കുംബർ കൃഷി ചെയ്തിട്ടുണ്ട്. കണ്ടാ കുക്കുംബറോട് വിളവെടുക്കാം, ചീരയും വിളവെടുക്കാവുന്ന രീതിയിലാണ്. ഇവിടെയും ലാഭകരമായിട്ട് കൃഷി എങ്ങനെ കൊണ്ടുപോകാം എന്ന് കാണിച്ചു കൊടുത്തോണ്ടാണ് ഇവിടെ കൃഷി ആരംഭിക്കുന്നത് കേട്ടോ. ഇത് കണ്ടാ ഇതൊക്കെ 1 മാസത്തിന് മേളിൽ ഫ്ലവർ നിൽക്കും. ബന്ധിയും സൂര്യാന്തിയും ഒക്കെ എല്ലാ സീസണിലും കേരളത്തിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അടിപൊളിയാട്ടെ. ഈ വീഡിയോ കാണുന്നവരൊക്കെ ഓർക്കും ഫ്ലവർ ഷോ മാത്രമാണെന്ന്. 25ഓളം വെറൈറ്റി പെറ്റ്സുകൾക്കും വിവിധ വെറൈറ്റി പെറ്റ്സുകൾക്കും ഈ തോട്ടത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മത്തല്ല ഇവിടെയൊക്കെ ഉണ്ടല്ല നേഴ്സറിയാണ്. അപ്പോൾ ഇവിടെ തോട്ടങ്ങളിൽ നിന്ന് നല്ല ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കൊണ്ട് പോകാനുള്ള ഒരു അടിപൊളി അവസരവും ഒരുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാ ഫ്ലവറും നമുക്ക് അനുകൂലമായിട്ട് വളർത്തിയെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നൊക്കെ കൊണ്ടുവന്ന ഫ്ലവറുകളും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലവറുകളൊക്കെ ഇവിടെ പ്രാധാന്യം കൊടുത്തുണ്ട്. നയന മനോഹരമായ കാഴ്ചയാണ് ഈ പള്ളിയിലെ പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ഏരിയയിൽ കംപ്ലീറ്റ് ഓറഞ്ച് ബന്ധികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞ ബന്ധികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓറഞ്ചിന് ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് മുട്ട് കൊടുക്കേണ്ടതാണ്. കണ്ട 2 സെന്റ് നന്നായിട്ട് പരിചരണം കൊടുത്താണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ പ്രിസം ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വളങ്ങൾ നന്നായിട്ട് കൊടുക്കുന്നത്, ചാണകപ്പൊടിയും കുഴലും ഡോളമറ്റും ഒക്കെ അടിപൊളിയായിട്ട് നന്നായിട്ട് കൊടുത്തുകൊണ്ടാണ് കൃഷി ആരംഭിച്ചത്. ട്രാക്ടർ ഉപയോഗിച്ച് ഫുള്ള് വരമ്പോരി. അപ്പം അങ്ങനെ ഇവിടെ പൂക്കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലും ടൂറിസ്റ്റിന് വലിയ സാധ്യത കൊടുത്തുകൊണ്ടാണ് ഈ കൃഷിയിടം കംപ്ലീറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് പൂപ്പാടം എങ്കിൽ ഇവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അത് രാത്രി കാലങ്ങളിൽ കൂടുതൽ പ്രേതത്തിന്റെ ഒക്കെ ആംബിയൻസ് ആണ് ഈ തോട്ടത്തിൽ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മളിപ്പം വിളവെടുത്ത കുക്കുമ്പറാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഷമാമിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാവൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുകയാണ്. ഈ ഏരിയയിൽ ചീരയും ചെയ്തിട്ടുണ്ട്. ഷമാമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വിളവെടുക്കാവുന്ന രീതിയിലാണ് ഈ ഏരിയയിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന തന്നെയാണെന്ന് മനസ്സിലായ ഇങ്ങനെ 100 കണക്കിന് സെൽഫി പോയിന്റ് ആണ് ഈ തോട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കടപ്പുറമായിട്ട് ഏകദേശം ഒരു 500 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത്. ഇവിടെ വന്ന് തുടങ്ങിയപ്പോഴും പറഞ്ഞ് ഇവിടെ മണ്ണിൽ വിളയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ മനോഹരമായിട്ട് വിളഞ്ഞിരിക്കുകയാണ്. ഈ പൂക്കൾ കൃഷി ചെയ്തത് മാത്രവും അതുപോലെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പം രാത്രിയും പകലുമായിട്ട് അതുപോലെ പെറ്റ് ഷോ ഉണ്ട്. അപ്പം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുതൽ മുടക്കിയാണ് ഈ പൂക്കൃഷി ഇവിടെ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഇതൊക്കെ നടപ്പാക്കാനും ഭാവിയിൽ ഇനിയും കൂടുതൽ കൃഷി രീതികൾ അവലംബിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ ഇതുപോലത്തെ. അപ്പം ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു പുതിയ വഴിയിൽ പുതിയ രക്ഷ.